ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God, Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ പൂരം കലക്കാൻ എഡിജിപിയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്ന സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ജനകീയ ടൂറിസം വികസനത്തിന്റെ ബേപ്പൂർ മണ്ഡലം മാതൃക ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വിവര സാങ്കേതിക വിദ്യയുടെ ലോകത്തിൽ മലബാറിന്റെ സ്ഥാനം അടയാളപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ KTX 2ാം പതിപ്പ് 2025 ഫെബ്രുവരിയിൽ. നഞ്ചൻകോട് വയനാട് നിലമ്പൂർ റെയിൽവേ പാത വേഗം നടപ്പിലാക്കണമെന്ന് സംയുക്ത സംഘടനാ യോഗം. ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരുക്കി പ്രൊവിഡൻസ് കോളേജിലെ നവീകരിച്ച ലൈബ്രറി. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. തൃശൂർ പൂരം കലക്കാൻ എഡിജിപിയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്ന സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. കാഫിർ വിവാദം പോലെ ഗൗരവകരമാണ് പൂരം കലക്കൽ സംഭവമെന്നും അദ്ദേഹം കാലിക്കറ്റ് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസിൽ പറഞ്ഞു. കേരളത്തിൽ BJPക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായവും ചെയ്തു തരാം എന്നായിരുന്നു സന്ദേശം. അതിന് പകരം ഞങ്ങളെ ഉപദ്രവിക്കരുതെന്നായിരുന്നു പകരമുള്ള ഡിമാൻഡ്. അതിനെ തുടർന്നാണ് പിന്നീട് അതിന് സഹായകരമായ പല നിലപാടുകളെടുത്തത്. അതിനേക്കാളൊക്കെ പ്രധാനം കേരളത്തിന്റെ അഭിമാനമായ ഒരു ഉത്സവം തൃശ്ശൂർ പൂരം നടത്തുന്നതിന് വേണ്ടിയിട്ടൊരു പ്ലാൻ ഉണ്ടാവും പോലീസിന്. വർഷങ്ങളായി പോലീസ് ഭംഗിയായി നടത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്, ഒരു കുഴപ്പമില്ലാതെ. ആ പ്ലാനുമായി കമ്മീഷണർ വന്നപ്പോൾ ആ പ്ലാൻ റിജക്ട് ചെയ്ത് ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP ഒരു പുതിയ പ്ലാൻ നിർദ്ദേശിച്ചു എന്നാണ് പുതിയ വാർത്ത വന്നിരിക്കുന്നത്. അന്വേഷിക്കപ്പെടേണ്ട വാർത്തയാണ്. ആ പ്ലാൻ അനുസരിച്ചിട്ടാണ് ഇത് മുഴുവൻ കുളമായി പോയത്. പൂരം കലക്കിയത് നിസ്സാര കാര്യമല്ല. കാഫിർ വിവാദം പോലെ ഗൗരവമുള്ളൊരു കാര്യമാണ്. കാഫിർ വിവാദം മനഃപൂർവ്വമായി ഉണ്ടാക്കി, രാഷ്ട്രീയമായ ഭിന്നിപ്പുണ്ടാക്കി, സാമൂഹ്യമായ ഭിന്നിപ്പുണ്ടാക്കി, അതിൽ നിന്നും മുതലെടുപ്പ് നടത്തി ജയിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു തന്ത്രമായിരുന്നു. അത് പൊളിഞ്ഞു. ഇതുപോലെ തന്നെ ഇത് മറ്റൊരു കൂട്ടരെ ജയിപ്പിക്കാൻ ഇപ്പൊ വടക്കേ ഇന്ത്യയിലൊക്കെ ചില സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ വർഗീയ കലാപം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില വിത്തുകൾ പാകും. അതുപോലെ ഒരു വലിയ ഹൈന്ദവ വികാരം ഉണ്ടാക്കി BJPയെ തൃശ്ശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ പൂരം കലക്കൽ. അതുകൊണ്ട് ആ പൂരം കലക്കിയ സംഭവത്തെക്കുറിച്ചും അതിന് പിന്നിലുള്ള ഗൂഢാലോചനയെക്കുറിച്ചും അതിലെ പങ്കാളികളായ ആളുകളെ കുറിച്ചും എല്ലാം ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണം എന്ന് കേരളത്തിൽ UDF ആവശ്യപ്പെടുകയാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജനകീയ ടൂറിസം വികസനത്തിന്റെ ബേപ്പൂർ നിയോജക മണ്ഡലത്തിലെ മാതൃക ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് മന്ത്രി P.A. മുഹമ്മദ് റിയാസ്. ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം പദ്ധതി യൂണിറ്റുകൾക്കുള്ള അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേരള ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റിയിലൂടെ ടൂറിസം വകുപ്പ് നടപ്പിലാക്കുന്ന ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം വികസന പദ്ധതിക്ക് ICRT ഗോൾഡ് അവാർഡ് ലഭിച്ചത് വലിയ അംഗീകാരമാണെന്നും മന്ത്രി പറഞ്ഞു. എംപ്ലോയിങ് ആൻഡ് അപ്സ്കില്ലിംഗ് ലോക്കൽ കമ്മ്യൂണിറ്റി എന്ന വിഭാഗത്തിലാണ് ഈ വർഷത്തെ ഗോൾഡ് അവാർഡ് ബേപ്പൂരിന് ലഭിച്ചത്. സ്ത്രീ ശാക്തീകരണം, ടൂറിസം സംരംഭകരെ വളർത്തിയെടുക്കൽ, ടൂറിസം പാക്കേജുകൾ വഴി പാരമ്പര്യ തൊഴിലുകൾക്ക് നൽകിയ വികസനം തുടങ്ങിയവയിലൂടെ ബേപ്പൂരിലെ ജനജീവിതത്തിൽ ടൂറിസം വഴി കൈവന്ന മാറ്റങ്ങൾ പരിഗണിച്ചാണിതെന്നും മന്ത്രി പറഞ്ഞു. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നതായും മന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ ബേപ്പൂർ സമഗ്ര ഉത്തരവാദിത്ത ടൂറിസം വികസന പദ്ധതിയുടെ ഭാഗമായി 829 പേർക്ക് വിവിധ തൊഴിൽ മേഖലകളിൽ പരിശീലനം നൽകാനായി. ഈ തൊഴിലുകളെ ടൂറിസവുമായി ബന്ധപ്പെടുത്തി വരുമാന മാർഗങ്ങളായി അവയെ മാറ്റി.
112 RT യൂണിറ്റുകളാണ് ബേപ്പൂർ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നത്. അവരുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിന് വഴിയൊരുക്കി. ടൂറിസം പദ്ധതികളിലൂടെ പ്രദേശത്തെ സാധാരണക്കാരുടെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതി സാധ്യമാക്കാൻ പദ്ധതി വഴി സാധിച്ചതായും മന്ത്രി പറഞ്ഞു. മലബാറിന്റെ ടൂറിസം മേഖലയുടെ കുതിപ്പിന് കാരണമാവുന്ന മലബാർ വാട്ടർ ഫെസ്റ്റിനെ കുറിച്ച് അനാവശ്യമായ പ്രചാരണങ്ങൾ നടത്തുന്ന നാട്ടിലെ ജനങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമാണെന്നും മന്ത്രി പറഞ്ഞു. വൈവിധ്യമാർന്ന ടൂറിസം പദ്ധതികളിലൂടെ ബേപ്പൂരിനെ അന്താരാഷ്ട്ര ടൂറിസം കേന്ദ്രമാക്കി മാറ്റാനാണ് ശ്രമം. പ്രദേശത്തെ ടിപ്പു സുൽത്താൻ കോട്ടയെ മികച്ച ടൂറിസം കേന്ദ്രമാക്കി മാറ്റുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും ടൂറിസം വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാവുമെന്നും മന്ത്രി പറഞ്ഞു. ഈ പ്രവർത്തനങ്ങൾ വഴി മേഖലയിലെ സാധാരണക്കാരായ ജനങ്ങളെ സാമ്പത്തികമായും സാമൂഹികമായും ശാക്തീകരിക്കുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ജനങ്ങളുടെ നേതൃത്വത്തിലും പങ്കാളിത്തത്തിലും പ്രവർത്തിക്കുന്ന ഉത്തരവാദിത്ത ടൂറിസം പദ്ധതികളുടെ അന്താരാഷ്ട്ര മാതൃകയായി ബേപ്പൂരിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ബേപ്പൂർ മറീന, ഓഷ്യാനസ് ചാലി, വൈക്കം മുഹമ്മദ് ബഷീർ സ്മാരകം, ഗോദീശ്വരം ടൂറിസം പദ്ധതി തുടങ്ങിയ പദ്ധതികൾ കൂടി പൂർത്തീകരിക്കുന്നതോടെ ഒരു അന്താരാഷ്ട്ര ടൂറിസം ഡെസ്റ്റിനേഷനായി ബേപ്പൂർ പ്രദേശങ്ങൾ മാറുമെന്ന കാര്യം തീർച്ചയാണ്. ഫറൂഖ് നഗരസഭാ ചെയർമാൻ NC അബ്ദുൾ റസാഖ് അധ്യക്ഷനായി. ടൂറിസം വകുപ്പ് ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ, സബ് കളക്ടർ ഹർഷിൽ ആർ മീണ, കേരള ഉത്തരവാദിത്ത ടൂറിസം മിഷൻ സൊസൈറ്റി CEO K രൂപേഷ് കുമാർ, കടലുണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് V അനുഷ, ബേപ്പൂർ മണ്ഡലം വികസന മിഷൻ ചെയർമാൻ രാധാ ഗോപി, ടൂറിസം വകുപ്പ് ജോയിന്റ് ഡയറക്ടർ D ഗിരീഷ് കുമാർ, ഡെപ്യൂട്ടി ഡയറക്ടർ സത്യജിത് ശങ്കർ, DDPC സെക്രട്ടറി, ടൂറിസം മിഷൻ ജില്ലാ കോർഡിനേറ്റർ ശ്രീകല ലക്ഷ്മി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. വിവര സാങ്കേതിക വിദ്യയുടെ ലോകത്തിൽ മലബാറിന്റെ സ്ഥാനം അടയാളപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ കേരള ടെക്നോളജി എക്സ്പോ കോഴിക്കോട്ട് നടക്കും. KTX 2ാം പതിപ്പ് 2025 ഫെബ്രുവരി 20 മുതൽ 22 വരെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിലാണ് നടക്കുക. മലബാറിലെ IT കമ്പനികളുടെയും വ്യവസായ പ്രമുഖരുടെയും കൂട്ടായ്മയായ CITI 2.0 നടത്തുന്ന KTX 2025 ഫെബ്രുവരി 20 മുതൽ 22 വരെ സരോവരത്തെ കാലിക്കറ്റ് ട്രേഡ് സെന്ററിൽ നടക്കുമെന്ന് CITI ചെയർമാൻ അജയൻ K ആനാട്ട്, മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് MA മെഹബൂബ് തുടങ്ങിയവർ പറഞ്ഞു. മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ കാലിക്കറ്റ് ഫോറം ഫോർ IT, കോഴിക്കോട് IIM, കോഴിക്കോട് NIT, കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ്, കോൺഫെഡറേഷൻ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഡെവലപ്മെന്റ് അസോസിയേഷൻ, കാലിക്കറ്റ് മാനേജ്മെന്റ് അസോസിയേഷൻ, UL സൈബർ പാർക്ക്, കോഴിക്കോട് ഗവൺമെന്റ് സൈബർ പാർക്ക് എന്നീ പ്രമുഖരുടെ രജിസ്റ്റേർഡ് സൊസൈറ്റിയാണ് CITI. 10 വർഷങ്ങൾക്ക് ശേഷം മലബാറിലെ IT മേഖലയിൽ വരേണ്ട വികസനങ്ങൾ ലക്ഷ്യമിട്ടാണ് KTX ഗ്ലോബൽ എക്സ്പോ നടത്തുന്നതെന്ന് അജയൻ K ആനാട്ട് പറഞ്ഞു. ഈ സൊസൈറ്റി ഫോം ചെയ്തതിൻ്റെ പർപ്പസ് തന്നെ ഹൗ ടു മേക്ക് കാലിക്കറ്റ് ആൻ ആസ്പിറേഷൻ സിറ്റി. ഇന്നിപ്പോൾ ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന ബാക്കി Tier 2 and Tier 3 സിറ്റീസ് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാലിക്കറ്റ് ആ ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യയിൽ എവിടെയും നടക്കാത്ത വിധത്തിലുള്ള ഒരു ഓർഗനൈസേഷൻ നമ്മളിവിടെ ഫോം ചെയ്തത്. 5 വർഷം കൊണ്ട് 1 ലക്ഷം IT തൊഴിൽ സാധ്യത സൃഷ്ടിക്കുകയാണ് KTXന്റെ ലക്ഷ്യമെന്ന് MA മെഹബൂബും പറഞ്ഞു. ഈ 5 വർഷത്തിനുള്ളിൽ 1 ലക്ഷം പുതിയ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ഇന്നോവേഷൻ ആൻഡ് ടെക്നോളജി സെഗ്മെന്റിൽ കൊണ്ടുവരിക, അത് എങ്ങനെ സാധിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ഒരു പോയിന്റിലാണ് ഈ സിറ്റി എന്നുള്ള മൂവ്മെന്റ് ചേംബർ ഇനീഷ്യേറ്റീവ് ചെയ്തിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ ഓണം പൊന്നോണമാക്കാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 years.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. പന്തീരാങ്കാവ് ഗണേശ സാധനാ കേന്ദ്രത്തിന്റെ 28ാമത് വിനായക ചതുർത്ഥി മഹോത്സവം 4 ദിവസങ്ങളിലായി നടന്നു. വിശേഷാൽ പൂജകൾ, ഹോമങ്ങൾ, കലാപരിപാടികൾ, ആധ്യാത്മിക പ്രഭാഷണങ്ങൾ തുടങ്ങിയ വിവിധ പരിപാടികളോടെയായിരുന്നു ഉത്സവം. ഗണേശ സാധനാ കേന്ദ്രത്തിന്റെ വിനായക ചതുർത്ഥി മഹോത്സവ ചടങ്ങുകൾക്ക് ആചാര്യ ശ്രീലശ്രീ ആനന്ദ്യംബ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ധ്വജാരോഹണത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, സകല വിദ്യാദായക ഹോമം, മഹാചണ്ഡികാ ഹോമം തുടങ്ങിയ വിശേഷാൽ പൂജാതി കർമ്മങ്ങൾ നടന്നു. ആധ്യാത്മിക പ്രഭാഷണങ്ങളും ഭജനയും കലാപരിപാടികളും അമൃത ഭോജനവും ഭക്തർക്കായി ഒരുക്കി. 4 ദിവസങ്ങളിലായി നടന്ന ചടങ്ങുകൾ ആറാട്ടുകടവിൽ വിഗ്രഹ നിമഞ്ജനത്തോടെ സമാപിച്ചു. ഗണേശ സാധനാ കേന്ദ്രം പ്രവർത്തക സമിതി അധ്യക്ഷൻ സതീഷ് ബാബു ചുള്ളിയോട്ട്, വേണുഗോപാലൻ പുതിയോട്ടിൽ എന്നിവരും മറ്റ് പ്രവർത്തകരും മഹോത്സവത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. റൺസ് ഫെഡ് ബിൽഡ് എക്സ്പോ 2024 സംഘാടക സമിതി ഓഫീസും കമ്മിറ്റിയും പ്രവർത്തനം തുടങ്ങി. ഓഫീസിന്റെ ഉദ്ഘാടനം അഹമ്മദ് ദേവർകോവിൽ MLA നിർവഹിച്ചു. ഡിസംബറിലാണ് 3 ദിവസങ്ങളിലായി എക്സ്പോ നടക്കുക. നിർമ്മാണ മേഖലയിലെ അതിനൂതന സാധന സാമഗ്രികളും പുതിയ സാങ്കേതിക വിദ്യയും പൊതുജനങ്ങൾക്കും സാങ്കേതിക വിദഗ്ധർക്കും പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഡിസംബർ 27, 28, 29 തീയതികളിൽ കോഴിക്കോട്ട് വെച്ച് റൺസ് ഫെഡ് ബിൽഡ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. എക്സ്പോയുടെ സംഘാടക സമിതി ഓഫീസ് അഹമ്മദ് ദേവർകോവിൽ MLA ഉദ്ഘാടനം ചെയ്തു. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒരു വലിയ ലുലു മോൾ ഇവിടെ ആരംഭിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ കോഴിക്കോട്ട് ലഭ്യമാകുന്ന മുടക്കിൽ അത് ആലോചിക്കാവുന്നതാണ്. നമുക്കറിയാം, കോഴിക്കോട്ട് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന വലിയൊരു പ്രശ്നം ട്രാഫിക് തടസ്സങ്ങൾ തന്നെയാണ്. 101 അംഗ സംഘാടക സമിതിയുടെ പ്രവർത്തനങ്ങൾക്കും തുടക്കമായി. സംഘടനയുടെ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായി നടക്കുന്ന എക്സ്പോ വിജയത്തിന്റെ ഒരു വിഹിതം വിലങ്ങാട് ദുരന്ത പ്രദേശ പുനരുദ്ധാരണത്തിന് നൽകുന്നതാണെന്നും കമ്മിറ്റി അറിയിച്ചു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് K. മുസ്തഫ അധ്യക്ഷത വഹിച്ചു. ബിൽഡേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ സുബൈർ കൊളക്കാടൻ, KP സുമിൽ, വിജയകുമാർ, മനോജ് TP, അഷ്റഫ് KM, C. വിജയകുമാർ, സന്തോഷ് കുമാർ തുടങ്ങിയവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് അറിയേണ്ടതെല്ലാം പ്രൊവിഡൻസ് കോളേജിലെ ലൈബ്രറിയിലുണ്ട്. നേതാക്കന്മാരെ കുറിച്ച് ഇതുവരെ പ്രസിദ്ധീകരിക്കപ്പെട്ട എല്ലാ പുസ്തകങ്ങളും ഉൾക്കൊള്ളിച്ചാണ് പുതിയ ലൈബ്രറി ഒരുക്കിയിരിക്കുന്നത്. ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് നിരവധി ഗ്രന്ഥങ്ങൾ ആംഗലേയ ഭാഷയിൽ രചിക്കപ്പെട്ടിട്ടുണ്ട്. ഇവയെല്ലാം ഒരു സ്ഥലത്ത് ലഭിക്കുക ഏറെ പ്രയാസമാണ്. എന്നാൽ പ്രൊവിഡൻസ് വിമൻസ് കോളേജിലെ നവീകരിച്ച ലൈബ്രറിയിൽ ഇന്ത്യയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചുള്ള എല്ലാ ഗ്രന്ഥങ്ങളും ലഭിക്കും. ലൈബ്രറിയിൽ ക്രമീകരിച്ചിരിക്കുന്ന നേതാക്കന്മാരെ കുറിച്ചുള്ള നിരവധി ഗ്രന്ഥങ്ങളുണ്ട്. അതിൽ പ്രധാനമന്ത്രിമാരെ കുറിച്ചും മുഖ്യമന്ത്രിമാരെ കുറിച്ചും ദേശീയ നേതാക്കന്മാരെ കുറിച്ചുമുള്ള ഗ്രന്ഥങ്ങളുണ്ട്. വർത്തമാനകാല ഇന്ത്യൻ ചരിത്രത്തെക്കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള പ്രമുഖ നേതാക്കന്മാരുടെ ഈ ഗ്രന്ഥങ്ങൾ നമ്മെ സഹായിക്കുന്നു. ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരുടെയും മുഖ്യമന്ത്രിമാരുടെയും പ്രമുഖ നേതാക്കന്മാരുടെയും ജീവചരിത്ര കുറിപ്പുകൾ അടങ്ങിയിട്ടുള്ള നിരവധി കളക്ഷനുകളാണിവ. ഇവയെല്ലാം പല ലൈബ്രറികളിൽ ഇന്ന് ലഭ്യമാണെങ്കിലും ഇവയെല്ലാം ഒരുമിച്ച് ലഭിക്കുന്നു എന്നതാണ് ഇതിന്റെ പ്രത്യേകത. മലബാർ ക്രിസ്ത്യൻ കോളേജ് ചരിത്ര വിഭാഗം മുൻ മേധാവി പ്രൊഫസർ MC വസിഷ്ഠാണ് ഈ ഉദ്യമത്തിന് പിന്നിൽ.
പ്രോവിഡൻസ് കോളേജിലെ നേതാക്കളുടെ ഗാലറി എന്നത് സ്വതന്ത്രാനന്തര ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ചുള്ള ഗ്രന്ഥങ്ങളുടെ ശേഖരണമാണ്. സ്വതന്ത്രാനന്തര ഇന്ത്യയുടെ ചരിത്രം ആഴത്തിൽ മനസ്സിലാക്കാൻ പുതിയ തലമുറയിലെ വിദ്യാർത്ഥികളെ സഹായിക്കുന്നതാണ് ലൈബ്രറിയിലുള്ള ഈ നേതാക്കളുടെ ഗാലറി എന്ന പ്രത്യേക വിഭാഗം. നേതാക്കളുടെ ഗാലറി എന്ന ലൈബ്രറിക്ക് കോളേജിൽ നേതൃത്വം നൽകുന്നത് ചരിത്ര വിഭാഗം മേധാവി ഡോക്ടർ സുസ്മിതയും ലൈബ്രറിയൻ MP പ്രശാന്തുമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തയിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഈ ഓണം പൊന്നോണമാക്കാം. ബോബിച്ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ. കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബിച്ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. നഞ്ചൻകോട് വയനാട് നിലമ്പൂർ റെയിൽവേയുടെ പ്രാധാന്യം എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ പാത വേഗം യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് സംഘടനാ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു. നഞ്ചൻകോട് വയനാട് നിലമ്പൂർ പാതയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞ് വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈക്കൊള്ളണമെന്ന് വിവിധ സംഘടനകളുടെ സംയുക്ത യോഗം ആവശ്യപ്പെട്ടു. പാത രാജ്യത്തിന് നൽകുന്ന വികസന സാധ്യതകളും പാരിസ്ഥിതിക പ്രാധാന്യവും വിലമതിക്കാനാകാത്തതാണെന്ന് യോഗം വിലയിരുത്തി. നീലഗിരി വയനാട് നാഷണൽ ഹൈവേ ആൻഡ് റെയിൽവേ ആക്ഷൻ കമ്മിറ്റി, മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ, കോൺഫെഡറേഷൻ ഓഫ് ഓൾ ഇന്ത്യ റെയിൽ യൂസേഴ്സ് അസോസിയേഷൻ, വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ് തുടങ്ങിയ സംഘടനകൾ ചേർന്നാണ് യോഗം നടത്തിയത്. പാതയുടെ അന്തിമ സ്ഥലനിർണയ സർവേയും വിശദമായ പദ്ധതി രേഖയും പൂർത്തീകരിച്ച് റെയിൽവേ ബോർഡിന് സമർപ്പിക്കാൻ തുടങ്ങുന്ന വേളയിലാണ് സംഘടനകൾ ഒത്തുചേർന്ന് പ്രത്യേക യോഗം നടത്തിയത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ പൂർണ്ണ പ്രയോജനം ലഭിക്കണമെങ്കിൽ വയനാട് റെയിൽപാത യാഥാർത്ഥ്യമാക്കേണ്ടത് അത്യാവശ്യമാണെന്ന് യോഗം വിലയിരുത്തി. CE ചാക്കുണ്ണി ഉദ്ഘാടനം ചെയ്തു. കൊച്ചി ബംഗളൂരു യാത്രാ സമയത്തിൽ മണിക്കൂറുകളുടെ കുറവുണ്ടാക്കുന്ന പാത ഏറെ സൗകര്യപ്രദവും ചെലവ് കുറഞ്ഞതുമാകും. കേരളത്തിന്റെ വാണിജ്യ, വിദ്യാഭ്യാസ, തൊഴിൽ, ആരോഗ്യ മേഖലകളിലും വയനാട് അടക്കമുള്ള മലബാർ മേഖലയുടെ ടൂറിസം രംഗത്തും കുതിച്ചുചാട്ടമുണ്ടാക്കും. ലാഡർ ചെയർമാൻ CN വിജയകൃഷ്ണൻ, റെയിൽവേ ആക്ഷൻ കമ്മിറ്റി കൺവീനർ TM റഷീദ് എന്നിവർ വിഷയം അവതരിപ്പിച്ചു. വയനാട് ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് ജോണി പാറ്റാനി, ജനറൽ സെക്രട്ടറി വിനയകുമാർ അഴിപ്പുറത്ത്, അയ്യപ്പദാസ്, മാത്യു ജോർജ്, മത്തായി മോഹൻ ചന്ദ്രഗിരി, ഗാദർ പട്ടാമ്പി, പോൾ മാത്യൂസ്, ഡോക്ടർ ജോൺ മത്തായി നൂറനാൽ, യൂസഫ് ഹാജി, CU ജോണി, ബിജു ഡിജില, MA അസൈനാർ, ഫാദർ ബെന്നി തോമസ്, പ്രൊഫസർ റെനി മാത്യൂസ്, പ്രൊഫസർ തോമസ് പോൾ, മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറി MK അയ്യപ്പൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ബത്തേരി. ഫറൂഖ് നല്ലൂർ NSS കരയോഗം ഓണാഘോഷം സംഘടിപ്പിച്ചു. അംഗങ്ങൾ ചേർന്ന് സ്നേഹപൂക്കളമൊരുക്കി. ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. NSS താലൂക്ക് യൂണിയൻ ചെയർമാൻ N സുകുമാരൻ നായർ ഉദ്ഘാടനം നിർവഹിച്ചു. വന്ദേ ഭാരത കേസരീന്ദ്ര സുമതേ കാരുണ്യവാരാണിതേ വന്ദേ കൃത്തട പദ്മമധ്യ സുലസൻ ആചാര്യ തുഭ്യം നമഃ. ഫറൂഖ് നല്ലൂർ NSS കരയോഗത്തിന്റെ ഓണാഘോഷത്തോടനുബന്ധിച്ച് സ്നേഹപൂക്കളവും ഓണക്കിറ്റ് വിതരണവും നടന്നു.
പരിപാടിയുടെ ഉദ്ഘാടനം NSS താലൂക്ക് യൂണിയൻ ചെയർമാൻ N. സുകുമാരൻ നായർ നിർവഹിച്ചു. പ്രദേശത്തെ 300 കുടുംബങ്ങൾക്കാണ് ഓണക്കിറ്റ് വിതരണം ചെയ്തത്. എങ്കിൽ പോലും ഓരോ പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അതിനെ ധൈര്യത്തോടെ അതിജീവിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്തുകൊണ്ട് നാളേക്ക് വിജയങ്ങൾ ഉണ്ടാക്കിയാൽ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവരാണ് നമ്മൾ എന്നുള്ളതുകൊണ്ട് ഉള്ളിലെ സന്തോഷം കളയുകയും വേണ്ട എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം പരിപാടികൾ നമ്മൾ സംഘടിപ്പിക്കുന്നത്. എന്തായാലും ഈ സംസ്ഥാനത്തുണ്ടായ വലിയൊരു ദുരന്തം അത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഈ സാഹചര്യത്തില് ഒരു കർമ്മനിരതമായ സംഘടന എന്ന നിലയിൽ നായർ സർവീസ് സൊസൈറ്റി ഔദ്യോഗികമായ ആഘോഷ പരിപാടികൾ വേണ്ടെന്ന് തീരുമാനിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കോഴിക്കോട് താലൂക്ക് യൂണിയനും ഔപചാരികമായി ആഘോഷ ചടങ്ങുകൾ വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തിട്ടുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ താലൂക്ക് തലത്തിലുള്ള ആഘോഷങ്ങൾ ഒഴിവാക്കിയിട്ടുള്ളത്. എങ്കിലും നമ്മുടെ സഹോദരങ്ങളായ ആളുകൾ നിങ്ങൾ കാണിക്കുന്ന ഈ സ്നേഹ വായ്പകൾക്ക് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നു, കോഴിക്കോട് താലൂക്ക് യൂണിയനിലെ 95 കരയോഗങ്ങളിൽ നിറപ്പകിട്ടാർന്ന പ്രവർത്തനങ്ങളുമായി നിൽക്കുന്ന നല്ലൂർ NSS കരയോഗത്തിനെ കോഴിക്കോട് താലൂക്ക് യൂണിയനിലെ ചെയർമാനും സെക്രട്ടറി എന്ന നിലയിൽ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു. നിങ്ങളോടൊപ്പം ഞങ്ങൾ എപ്പോഴും ഉണ്ടാകുമെന്ന് ആദ്യമായി പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. നല്ലൂർ NSS കരയോഗം പ്രസിഡന്റ് KK കൃഷ്ണകുമാർ അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി മുരളീധര മേനോൻ, ഫറോക്ക് നഗരസഭ 25ാം ഡിവിഷൻ കൗൺസിലർ P. ബിജീഷ്, NSS താലൂക്ക് യൂണിയൻ സെക്രട്ടറി T. സുധീരൻ, വനിതാ സമാജം പ്രസിഡന്റ് പത്മിനി മനോഹർ, സെക്രട്ടറി സുചിത്ര സുരേന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഫറോക്ക്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ പൂരം കലക്കാൻ ADGPയുടെ നേതൃത്വത്തിൽ ശ്രമം നടന്ന സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ജനകീയ ടൂറിസം വികസനത്തിന്റെ ബേപ്പൂർ മണ്ഡലം മാതൃക ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുകയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. വിവര സാങ്കേതിക വിദ്യയുടെ ലോകത്തിൽ മലബാറിന്റെ സ്ഥാനം അടയാളപ്പെടുത്തുകയെന്ന ലക്ഷ്യത്തോടെ KTX 2ാം പതിപ്പ് 2025 ഫെബ്രുവരിയിൽ. നഞ്ചൻകോട് വയനാട് നിലമ്പൂർ റെയിൽവേ പാത വേഗം നടപ്പിലാക്കണമെന്ന് സംയുക്ത സംഘടനാ യോഗം. ഇന്ത്യയിലെ രാഷ്ട്രീയ നേതാക്കന്മാരെ കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരുക്കി പ്രൊവിഡൻസ് കോളേജിലെ നവീകരിച്ച ലൈബ്രറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.